ഇവളാണെങ്കിൽ വേസ്റ്റ് കൊണ്ട് കളയാനായിട്ട് വരുമ്പോൾ അവിടെ വെച്ച് അപ്രതീക്ഷിതമായി 3 വർഷം മുന്നേ കാണാതായ ഇവളുടെ ഹസ്ബൻഡിനെ കണ്ടുമുട്ടുന്നു. ആ മനുഷ്യനും പെട്ടെന്ന് ഇവളെ തിരിച്ചറിഞ്ഞ് ഇവളുടെ പേര് ഉറക്കെ ഉറക്കെ വിളിച്ചുകൊണ്ടേയിരുന്നു. അവരാണെങ്കിൽ അപ്പൊ ഒരുപാട് സന്തോഷിക്കുകയും ചെയ്യും. 3 വർഷം മുന്നേ ഈ ഒരു മനുഷ്യനായിരുന്നു യുദ്ധത്തിന് പോകാനായിട്ട് മുന്നിലുണ്ടായിരുന്നത്. പക്ഷെ അതേ ദിവസം തന്നെയായിരുന്നു ഇവരുടെ വിവാഹവും. പക്ഷെ ഒരു പട്ടാളക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇവളെ ഉപേക്ഷിക്കുക മാത്രമേ നിവർത്തിണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവളാണെങ്കിൽ അതിനൊന്നും നിൽക്കാതെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആരെങ്കിലും കയ്യിലിട്ടിട്ട് എന്റെ ലൈഫിൽ ഞാൻ ഇനി ആരെയും വിവാഹം കഴിക്കില്ല, നീ തിരിച്ചു വരുന്നതുവരെ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുമെന്നും പറയുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഉത്തരവൊന്ന് അദ്ദേഹം യുദ്ധഭൂമിയിലേക്ക് ഇവളെ ഉപേക്ഷിച്ച് വിഷമത്തോടെ പുറപ്പെടുന്നു. കാരണം അവർ ഒരു പക്ഷേ ഇനി ഒരിക്കലും കണ്ടുമുട്ടില്ല. അവളാണെങ്കിൽ അവൻ ജീവനോട് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പക്ഷെ ആ ഒരു ഫൈറ്റിനിടയിൽ അദ്ദേഹത്തിന് നല്ലതുപോലെ പരിക്കേൽക്കുകയും അദ്ദേഹത്തെ കാണാതാവുകയും ചെയ്യുന്നു. ഇവളാണെങ്കിൽ അദ്ദേഹം മരിച്ചെന്ന കാര്യം വിശ്വസിക്കാതെ ആ 3 വർഷവും ഇവനിക്ക് വേണ്ടി തന്നെ കാത്തിരിക്കുന്നു. മാത്രമല്ല ഇവനിക്ക് വേണ്ടി അവളുടെ പാരന്റ്സിനോടും ഫൈറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരുന്നു. അങ്ങനെ പോകിയ ഒരു ദിവസമാണ് ഇദ്ദേഹത്തെ അവളെ കണ്ടുമുട്ടുന്നത്. ഉടനെ തന്നെ അവൾ അയാളെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ചെക്കപ്പ് ഒക്കെ നടത്തുന്നു. അപ്പോഴാണ് ഇവൾ അറിയുന്നത് അന്ന് തലക്കേറ്റ പരിക്ക് മൂലം അദ്ദേഹം ഇപ്പോഴും മെന്റലി ഡിസേബിൾഡ് ആണ്.